ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ 60 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 61-ാമത്തെ ശ്ലോകം സുധന്വാഖണ്ഡപരശുഃ ദാരുണോ ദ്രവിണപ്രദഃ ദിവഃ സ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോനിജഃ. സുധന്വാഖണ്ഡപരശുഃ ദാരുണോ ദ്രവിണപ്രദഃ ദിവഃ സ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോനിജഃ. ഈ ശ്ലോകത്തിൽ സുധന്വാ ഖണ്ഡപരശുഃ അല്ലെങ്കിൽ അഖണ്ഡപരശുഃ, സുധന്വാഖണ്ഡപരശു എന്ന് പാഠമെടുക്കുകയാണെങ്കിൽ അഖണ്ഡപരശുഃ. ദാരുണഃ ദ്രവിണപ്രദഃ ദിവഃ സ്പൃക് സർവദൃഗ് വ്യാസഃ വാചസ്പതിഃ അയോനിജഃ. ഇങ്ങനെ 9 പേരുകളാണ് ഉള്ളത്. എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ സർവദൃഗ് വ്യാസഃ എന്നൊരു പേരായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ വാചസ്പതിരയോനിജഃ എന്നൊരു പേരായിട്ടാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സുധന്വാ ഖണ്ഡപരശുഃ ദാരുണഃ ദ്രവിണപ്രദഃ ദിവസ്പൃക് സർവദൃഗ് വ്യാസഃ വാചസ്പതിരയോനിജഃ എന്ന് 7 പേരാവും. ഒന്നുകിൽ 9 പേരായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 7 പേരായിട്ട് എടുക്കാം. രണ്ടും നമുക്ക് ശ്രദ്ധിക്കാം, 2 പക്ഷവും. സുധന്വാ ശോഭനമായ നല്ല ധനുസ്സോട് കൂടിയവൻ. ധനുസ് വില്ല്. ഇപ്പൊ ശോഭനമായ എന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് ശോഭന ശബ്ദത്തിന് ഭംഗിയുള്ള എന്നാണ് അർത്ഥം. ഇവിടെ വില്ല് ഭംഗിയുള്ളത് മാത്രമല്ല, കാര്യക്ഷമമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന ശബ്ദമായിട്ട് നമുക്ക് ശബ്ദത്തെ എടുക്കാം. അപ്പോൾ ശ്രേഷ്ഠമായ ശോഭനമായ ധനുസ്സോട് കൂടിയവൻ ഭഗവാൻ ശാർഗം എന്നുള്ള ധനുസിനെ ധരിച്ചിരിക്കുന്നു. ഇനി അവതാരങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ കോദണ്ഡം തുടങ്ങിയ രാമധനുസ് പ്രസിദ്ധമാണ്. സുധന്വാ ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ ശോഭനം ഇന്ദ്രിയാദിമയം ശാർഗം ധനുരസ്യ അസ്തി. അവിടെ സാമാന്യമായ വില്ലായിട്ടല്ല എടുത്തത്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ വില്ലുകളെ ധരിച്ചവൻ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളെയൊക്കെ ഇവിടെ കൂട്ടിച്ചേർത്തിട്ട് വില്ലായി കണ്ടു. അത്തരം ഉപാധികളെ ധരിച്ചിരിക്കുന്നവൻ എന്നൊരർത്ഥം. നമുക്ക് സാമാന്യമായിട്ട് വില്ലെന്നുള്ള അർത്ഥം തന്നെ എടുക്കാം, നല്ല വില്ലോട് കൂടിയവൻ എന്നർത്ഥം. ഖണ്ഡപരശുഃ
അഥവാ ഇതിനെ അഖണ്ഡ പരശു എന്നും പറയാം. അഖണ്ഡ പരശു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഛേദിക്കപ്പെടാത്ത, ഭേദിക്കപ്പെടാത്ത പരശുവോട് കൂടിയവൻ. പരശു കൈമഴു, മഴു ആയുധമാക്കിയവൻ. പരശുരാമ ഭാവത്തിൽ അത് പ്രസിദ്ധമാണ്. അല്ലാതെ തന്നെ അനേകം ദേവതകളിൽ പരശു ആയുധമായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഭേദിക്കപ്പെടാത്ത, മുറിക്കപ്പെടാത്ത ശക്തമായ പരശുവോട് കൂടിയവൻ അഖണ്ഡ പരശു. ഇനി ഖണ്ഡപരശു എന്നർത്ഥം പറയുകയാണെങ്കിൽ ഖണ്ഡിക്കുന്ന ശത്രുക്കളെ, അസുരവൃത്തികളെ, രാക്ഷസീയ സ്വഭാവികളെ സദാ ഖണ്ഡിക്കുന്ന ഖണ്ഡനശീലത്തോടു കൂടിയ പരശു ധരിച്ചിരിക്കുന്നവനാരോ അവൻ ഖണ്ഡപരശു. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ദാരുണഃ, ദാരുണൻ, അങ്ങേയറ്റം ദുഃഖം, ഭയം തുടങ്ങിയവയെ നൽകുന്നവനാണ് ദാരുണൻ. ഭേദിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. അപ്പോൾ അധാർമികന്മാർക്ക്, രാക്ഷസീയ സ്വഭാവികൾക്ക്, അസുരന്മാർക്ക് ദാരുണഭാവത്തോടു കൂടിയവർ. ഭാഷ്യകാരൻ പറയുന്നു, സന്മാർഗ വിരോധിനാം ദാരുണത്വാത്. സന്മാർഗ വിരോധികൾക്ക് ദാരുണനാണ്, അവരെ നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ ദാരുണൻ. ദ്രവിണപ്രദ, ദ്രവിണം ഐശ്വര്യമാണ്, ദ്രവിണം ധനമാണ്, ദ്രവിണം ആഗ്രഹിക്കപ്പെടുന്നതാണ്. അപ്പൊ ദ്രവിണപ്രദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതിനെ, ധനത്തെ, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം വരും. അപ്പൊ സജ്ജനങ്ങൾക്ക് ഐശ്വര്യത്തെ, ധനത്തെ, വരത്തെ നൽകുന്നവൻ. അപ്പൊ രണ്ട് നാമങ്ങളും ഒന്നിച്ചു വന്നത് ശ്രദ്ധേയമാണ്. ഒരേ സമയത്ത് അവൻ ദാരുണനാണ് സന്മാർഗ വിരോധികൾക്ക്, സന്മാർഗ അവലംബികൾക്കാവട്ടെ ദ്രവിണപ്രദനുമാണ്. ഐശ്വര്യത്തെ, ധനത്തെ, മഹിമയെ, വാഞ്ചിതത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. അങ്ങനെ രണ്ട് നാമങ്ങൾ ചേർത്ത് മനസ്സിലാക്കുക. ദിവസ്പൃക്ക്, ദ്യോവിനെ സ്പർശിക്കുന്നവൻ. ഭഗവാന്റെ വിശ്വരൂപ കൽപ്പനയിൽ അഥവാ വൈശ്വാനര കൽപ്പനയിൽ ഭൂമിപാദങ്ങളും ദ്വിലോകം ശിരസ്ഥാനീയവുമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. അങ്ങനെ ദ്വിലോകത്തെ, അന്തരീക്ഷത്തിനുപരിയുള്ള ദ്യോവിനെ തൻ്റെ ആകാരത്താൽ സ്പർശിക്കുന്നവൻ. ഈ അർത്ഥത്തിൽ വൈശ്വാനര ശബ്ദം, വിരാട് ശബ്ദം വരുന്നുണ്ട്. ഇനി അങ്ങനെയല്ലാതെ നമ്മൾ വിശ്വരൂപ ദർശനം നോക്കിക്കഴിഞ്ഞാൽ വിശ്വരൂപത്തെ വർണ്ണിക്കുന്ന അർജുനൻ ദ്വിലോകത്തിൽ സ്പർശിക്കുന്നതായിട്ടാണ് ഭഗവാനെ കാണുന്നത്. സർവത്ര വ്യാപിച്ച ശരീരത്തോടു കൂടിയ. അങ്ങനെ ദിവസ്പൃക്ക്, ദ്വിലോകത്തെ സ്പർശിക്കുന്നവൻ. സർവദൃഗ്, എല്ലാം കാണുന്നവൻ, എല്ലാം കാണുന്നവൻ. ഭൂതം, വർത്തമാനം, ഭാവി എന്ന ഭേദമില്ലാതെ, അതായത് കാലാതീതമായി, അവിടെ ഇവിടെ എന്ന് ഭേദമില്ലാതെ, അതായത് ദേശാതീതമായി, ചുരുക്കി പറഞ്ഞാൽ കാലദേശാതീതമായി കാണുന്നവൻ സർവദൃഗ്. അഥവാ
സർവ ജീവരാശികളുടെയും സകല കർമ്മങ്ങളെയും യഥാവത് കാണുന്നവൻ, അതിനുചിതമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഇതാണ് സർവദൃക്. വ്യാസഃ, വ്യാസൻ എന്ന് പറയുമ്പോൾ വിവ്യാസ ഇത് വ്യാസ, വ്യസിച്ചവൻ ആരോ അവൻ വ്യാസൻ, വിപുലീകരിച്ചവൻ. ഏകരൂപമായ വേദത്തെ പ്രചരണാർത്ഥം നിലനിർത്താൻ വേണ്ടി വിവിധ ഭാവങ്ങളിൽ വ്യസിച്ചവനാരോ അവൻ വ്യാസൻ. വ്യാസ നാമം വേദത്തെ വ്യസിച്ചു എന്നുള്ളത് കൊണ്ട് വന്നു ചേർന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അല്ലാതെ വ്യാസശബ്ദം നാമമല്ല, വേദത്തെ വ്യസിച്ചു എന്നതുകൊണ്ട് വന്നു ചേർന്നതാണ്. വേദാൻ വിവ്യാസ ഇതി വേദവ്യാസ, വേദങ്ങളെ വ്യസിച്ചവൻ. അപ്പം ഇവിടെ നമ്മളൊരു വിഷയം സാന്ദർഭികമായി പറയട്ടെ. പുരാണങ്ങളിൽ ഭഗവാൻ വേദവ്യാസൻ ഏകരൂപമായ വേദത്തെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയി പിരിച്ചു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരിലൂടെ അതിനെ പ്രചരിപ്പിച്ചു. പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു എന്നീ ശിഷ്യന്മാരിലൂടെ പ്രചരിപ്പിച്ചു. ഇതാണ് പുരാണങ്ങളിൽ കാണുന്നത്. പക്ഷെ ഈ പക്ഷം പലപ്പോഴും വൈദികന്മാർ എതിർക്കും. എന്തുകൊണ്ടെന്നാൽ വ്യാസന് മുമ്പ് തന്നെ വേദം 4 ഉണ്ട്. സംഹിതയിൽ തന്നെ സാമാനി ജജ്ഞിരേ ഛന്ദാംസി ജജ്ഞിരേ തസ്മാത് തുടങ്ങിയ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഋചഃ സാമാന്യ യജ്ഞരെ ഋക്കുകളും സാമങ്ങളും ജനിച്ചു, ഛന്ദാംസി യജ്ഞരെ ഛന്ദസ്സുകൾ ജനിച്ചു, യജു തസ്മാദജായത യജസ് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ വ്യാസന് മുമ്പ് തന്നെ സംഹിതയിൽ തന്നെ ഋക്ക്, യജസ്, സാമം എന്നിവ പറയപ്പെട്ടിട്ടുണ്ട്. അഥർവാങ്കിരസാമപി ഇത്യാദി മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഥർവവുമുണ്ട്. അപ്പം വ്യാസൻ വ്യസിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അവരുടെ പക്ഷം. ഇങ്ങനെ 2 പക്ഷങ്ങളുണ്ട്. നമുക്ക് ഈ 2 പക്ഷത്തിലും പോകേണ്ട ആവശ്യമില്ല. രണ്ടും ശരി തന്നെ എന്ന് അംഗീകരിക്കാം. അതെങ്ങനെയാണ് രണ്ടും ശരിയാവുക എന്ന് ചോദിച്ചാൽ, ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന മന്ത്രങ്ങളുടെ വിഭാഗക്രമം ആദ്യമേ ഉണ്ട്. എന്നാൽ വേദത്തെ നിലനിർത്തുന്നതിന് വേണ്ടി വ്യാസഭഗവാൻ എല്ലാവരും എല്ലാം പഠിക്കുക എന്നുള്ളതിലൂടെ ഒരു ശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിനെ വിഭജിച്ച് തൻ്റെ ശിഷ്യരിലൂടെ പ്രചരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വേദം വാസ്തവത്തിൽ പ്രചരിതമായി, സംരക്ഷിതമായി. അതുകൊണ്ട് വ്യാസൻ്റെ വ്യാസത്വത്തിന് യാതൊരു ഹാനിയും വരുന്നതല്ല. ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നുകയാണ്. ഏതായാലും വേദങ്ങളെ വ്യസിച്ചവൻ വ്യാസൻ. ഇനി പ്രപഞ്ചത്തെ മുഴുവൻ വ്യസിച്ചവൻ വ്യാസനാണ്. തൻ്റെ സങ്കല്പമാത്രത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യസിച്ചവൻ, യഥാവിഭജിച്ചവൻ, പർവ്വതങ്ങളായും സമുദ്രങ്ങളായും കരയായും എല്ലാം വിഭജിച്ചവൻ വ്യാസനാണ്. അങ്ങനെ വരുമ്പോൾ വ്യാസശബ്ദത്തിന് ഈശ്വരൻ, സർവേശ്വരൻ എന്നർത്ഥം വരും. ഇനി ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ സർവദൃക് വ്യാസ എന്നൊരു പേരായിട്ടാണ് എടുത്തത്. സർവദൃശാം സർവജ്ഞാനാനാം വിസ്താരകൃത് വ്യാസ, സർവജ്ഞാനങ്ങളെയും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന വ്യാസൻ എന്നർത്ഥം വരും. സർവദൃക് വ്യാസ അഥവാ സർവാചസാ ദൃക്ഷ ഇതി സർവദൃക്, സർവാകാരം ജ്ഞാനം, സർവസ്യ ദൃഷ്ടിത്വാത് വാ സർവദൃക്, എല്ലാത്തിനെയും കണ്ടറിയുന്നവൻ സർവദൃക്. അങ്ങനെയുള്ള വ്യാസൻ സർവദൃക് വ്യാസ.
ഈ ഒരു നിലയ്ക്കാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത്. അവിടെ ഭാഷ്യകാരൻ തുടർന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ഋഗ്വേദാദി വിഭാഗേന ചതുർധ വേദാഹ വ്യസ്താഹ കൃതാഹ. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് വേദത്തെ 4 ചെയ്തു. ആദ്യോ വേദ ഏകവിംശതിധ. ആദ്യത്തെ വേദം, അതായത് ഋഗ്വേദം 21 പ്രകാരമായി. ദ്വിതീയ ഏകോത്തരശതധ കൃത. രണ്ടാമത്തത് യജുർവേദം 101 പ്രകാരമായി. സാമവേദ സഹസ്രധാ കൃത. സാമവേദം 1000 ചെയ്യപ്പെട്ടു. അഥർവവേദ 9 ശാഖാഭേദേന കൃത. അഥർവവേദമാകട്ടെ 9 ശാഖകളായി പിരിക്കപ്പെട്ടു. ഏവം അന്യാനി ച പുരാണാനി വ്യസ്താനി അനേന. ഇതുപോലെ മറ്റു പുരാണങ്ങളും വിഭജിക്കപ്പെട്ടു. ആരാൽ? അവൻ വ്യാസൻ എന്ന്. ഇവിടെ വേദങ്ങളുടെ ശാഖാ സംഖ്യയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് 21, 101, 122, 1000, 1122, 9, 1131 ശാഖകളെയാണ്. എന്നാൽ മുക്തികോപനിഷത്തിൽ നമ്മൾ കാണുന്നത് ഋഗ്വേദത്തിന് 21, 109 ശാഖകൾ യജുർവേദത്തിന്, സാമവേദത്തിന് 1000 ശാഖകൾ, അഥർവവേദത്തിന് 50 ശാഖകൾ. അങ്ങനെ 1180 ശാഖകൾ എന്നാണ് മുക്തികോപനിഷത്തിൽ പറയുന്നത്. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. തുടർന്ന് വാചസ്പതി എന്ന് പറയുന്നു. വാചസ്പതി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ പതി. വാക്കിൻ്റെ പതി, വാക്കുശലൻ, വാക്കിൻ്റെ മർമ്മമറിഞ്ഞ് പ്രയോഗിക്കുന്നവൻ. അഥവാ വാക്കെന്നുള്ളതിലൂടെ വേദം അർത്ഥമാക്കപ്പെടുന്നു. വേദത്തിൻ്റെ നാഥൻ. ആരിൽ നിന്നാണോ വേദങ്ങൾ മുഴുവൻ പ്രകടമായത് ആ പരമാത്മാവാണ് വാചസ്പതി. അപ്പോൾ വാക്കിൻ്റെ പതി, വേദത്തിൻ്റെ പതി എന്നൊക്കെ അർത്ഥം. സകല വാക്കുകളും ആരിൽ നിന്ന് പ്രകടമാകുന്നുവോ അവൻ ഈശ്വരൻ. അയോനിജഹ. യോനിജഹ എന്ന് പറഞ്ഞാൽ യോനിയിൽ ജനിച്ചവൻ. സാമാന്യമായി ജരായുജങ്ങളായ എല്ലാ ജീവികളും യോനിജങ്ങളാണ്. എന്നാൽ അങ്ങനെ ഒരു യോനിയിൽ നിന്ന് ജനിച്ചവനല്ലാത്തവൻ ഈശ്വരൻ. അവൻ ജനിച്ചവനല്ല, സദാ ഉള്ളവനാണ്. ജനിച്ചവരൊക്കെ മരിക്കും. അപ്പം ജനന മരണങ്ങളില്ലാതെ സദാ ഉണ്മയായി, അസ്തിത്വമാത്രമായി, സത്താമാത്രമായി നിലകൊള്ളുന്നവൻ അയോനിജഹ. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വാചസ്പതിരയോനിജഹ എന്നുള്ളതിനെ ഒരു പദമായിട്ടാണ് എടുത്തിട്ടുള്ളത്, ഒരു നാമമായിട്ടാണ് എടുത്തിട്ടുള്ളത്. വാചോ വിദ്യായാഹ പതി വാചസ്പതി. വാക്കിൻ്റെ വിദ്യയുടെ പതി വാചസ്പതി. ജനന്യാംന ജായത ഇതി അയോനിജഹ. അമ്മയിൽ ജനിക്കാത്തവൻ അയോനിജൻ എന്ന് സവിശേഷണം ഏകം നാമ. വിശേഷണത്തോടു കൂടിയ ഒരു പേരാണിത്. വാചസ്പതിയായ അയോനിജൻ അഥവാ അയോനിജനായ വാചസ്പതി എന്നുള്ളത് ഒരു പേരായി എടുക്കണം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. 2 പേരായിട്ട് അർത്ഥം പറഞ്ഞാലും ഒരു വിരോധവും ഇല്ല. ഏതായാലും ഇപ്രകാരം ഈ ശ്ലോകത്തിൽ സുധന്വാ ഖണ്ഡപരശു ദാരുണഃ ദ്രവിണപ്രദഃ ദിവസ്പൃക് സർവദൃഗ് വ്യാസഃ വാചസ്പതിഃ അയോനിജഃ അഥവാ സർവദൃഗ് വ്യാസഃ വാചസ്പതിരയോനിജഃ എന്നിങ്ങനെ ഒന്നുകിൽ 9 നാമങ്ങൾ അഥവാ 7 നാമങ്ങൾ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓം.